എം കെ ഷുക്കൂറിലേക്കാണ്. ഷുക്കൂർ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ മറ്റ് നടപടികളൊക്കെ എങ്ങനെയാണ്, ഇനി എന്താണ് മറ്റ് ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. നിലവിൽ എന്തൊക്കെയാണ് അവസ്ഥ? ജിൽസി, നടൻ ശ്രീനിവാസന്റെ മൃതദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇന്ന് എറണാകുളത്തുണ്ട്. കാരണം കൾച്ചറൽ കോൺഗ്രസിൻ്റെ ഉദ്ഘാടന പരിപാടി ഇന്ന് എറണാകുളത്താണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സാംസ്കാരിക മന്ത്രിയും എല്ലാം എറണാകുളത്തുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം, സ്വാഭാവികമായ ഒരു അനുശോചനം അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടാവും. 11 കൂടി അദ്ദേഹം രാജേന്ദ്ര മൈതാനിയിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ അനുശോചനം അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീനിവാസൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കൾച്ചറൽ കോൺഗ്രസിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായി അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ സിനിമാ പ്രവർത്തകരും ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാം തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ റിപ്പോർട്ട് പ്രതിനിധി സിജോയുണ്ട്. ആ സിജോയിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളത്ത് ഇത്തരമൊരു സാംസ്കാരിക പരിപാടി നടക്കുന്നതിനാൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കലാകാരന്മാരും എല്ലാം തന്നെ എറണാകുളത്തുണ്ട്. അത്തരം ഒരു സമയത്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു മരണമുണ്ടായിരിക്കുന്നത്. ഏറെ നാളായി അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലവട്ടം ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് ഒരു ഗുരുതരാവസ്ഥയുണ്ടായി അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ 8:30ക്കാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്.